ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനിൽ 4 അടയാളങ്ങൾ ഉണ്ടാകും. അതുപോലെ ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവനിൽ 4 അടയാളങ്ങൾ ഉണ്ടാകും. ഏതൊക്കെയാണ് ആ 4 അടയാളങ്ങൾ? അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും ഒരു മനുഷ്യന് കിട്ടാൻ 7 കാര്യങ്ങൾ ചെയ്യണം. ഒരു ഇസ്മ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ഇസ്മ ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം ഒരു നിശ്ചിത പ്രാവശ്യം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും കരുണയും ആ മനുഷ്യനിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. മഹത്തുക്കൾ പഠിപ്പിച്ച ആ ഇസ്മ ഏതാണ്? അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? 7 കാര്യങ്ങൾ ഏതൊക്കെയാണ്? വിശദമായി ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. സ്വർഗം അല്ലാഹു തആല കണ്ണുകൊണ്ട് കണ്ടു മരിക്കാനുള്ള മഹാഭാഗ്യം പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള 7 കാര്യങ്ങൾ. അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ പൊരുത്തവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള കരുണയും ബറക്കത്തും റഹ്മത്തും എല്ലാം നമുക്ക് വേഗത്തിൽ കിട്ടാൻ പറ്റുന്ന 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കേട്ടോ, ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, ഒരു അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുമെന്ന്. അല്ലാഹു പറയുന്നു, ഒരു അടിമ, എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുമെന്നാണ്. അത് അള്ളാഹിന്റെ ഒരു ഇഷ്ടത്തിന്റെ വാക്കാണ്. എന്നിട്ട് പറയുന്നു, ഒരുവൻ എന്നിലേക്ക് അടുത്തു വന്നാൽ, ഒരുവൻ എന്നിലേക്ക് ചേർന്നു വന്നാൽ ഞാൻ അവന്റെ കൈയായി മാറും, ഞാൻ അവന്റെ കാലായി മാറും, ഞാൻ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി മാറും, അവൻ ചിന്തിക്കുന്ന ചിന്തയായി ഞാൻ മാറും. ഇതൊരു ഖുദ്സിയായ ഹദീസിന്റെ ഏകദേശം ഒരു അർത്ഥം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി ഏത് കാര്യത്തിലാണോ ആ കാര്യം മാത്രമേ അവൻ ചെയ്യുന്ന. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു 7 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, എൻ്റെ ഉമ്മമാരെ കേട്ടോ, ഉപ്പമാരെ കേട്ടോ, ഒന്നാമത്തെ കാര്യം സുന്നത്തുകൾ അധികരിപ്പിക്കുക. അത് സുന്നത്തല്ലേ, അത് സുന്നത്തായ കാര്യം, അങ്ങനെയല്ല, ഇത് സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് മനസ്സിൽ കരുതി നമ്മൾ സുന്നത്തായ കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ, സുന്നത്തായ പ്രവൃത്തികൾ, ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്ത്, ചെരിപ്പിടുമ്പോൾ വലത് കാല് കൊണ്ടിടണം, ഇടത് കാല് കൊണ്ട് ഊരണം, അതും സുന്നത്താണ്. ഇങ്ങനെ എത്രയോ സുന്നത്തുകൾ. തുപ്പുന്ന സമയത്ത് സുന്നത്ത്, വലതു ഭാഗത്തേക്കല്ല തുപ്പ, ഇടതു ഭാഗത്തേക്ക്, താഴെ ഭാഗത്തേക്കാണ് തുപ്പേണ്ടത്, അതൊക്കെ സുന്നത്താണ്. എത്രയോ സുന്നത്ത്. അപ്പൊ ഈ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്തേത്, അല്ലാഹു തആല എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യുകയും അല്ലാഹു എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യുകയും അല്ലാഹ് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തേത്, ആരുമില്ലാത്ത സമയം, നമ്മുടെ ഭാര്യ ഉറങ്ങുന്നു, നമ്മുടെ മക്കൾ ഉറങ്ങുന്നു, നമ്മുടെ ഉമ്മ ഉറങ്ങുന്നു, വാപ്പ ഉറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ഉറങ്ങുന്നു, മക്കൾ ഉറങ്ങുന്നു, എല്ലാവരും ഉറക്കത്തിന് ആ സമയത്ത് എഴുന്നേറ്റിട്ട് നല്ലതുപോലെ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച്, അത് തഹജ്ജുദ് ആവാം, ഏത് നിസ്കാരമാവാം, തഹജ്ജുദ് നിസ്കരിച്ച് നല്ലതുപോലെ ദുആ രക്കുക. അതിനുള്ള തൗഫീഖ് എനിക്കും പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാമല്ലോ, തുറന്നു പറയും, എനിക്കും പലപ്പോഴും അത് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. നിങ്ങളിൽ പല ആളുകൾക്കും ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അത് നടക്കാൻ പറ്റിയ ദിനങ്ങളാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റണം. അതിനു വേണ്ടിയുള്ള ദിനങ്ങളാണ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതായത് ഇപ്പോൾ ഈ ആളുകളൊക്കെ ഉള്ളപ്പോൾ സമയത്ത് നമുക്കൊരു ഒരു ചമ്മലായിരിക്കും. ഒരു പക്ഷെ കൈ ഉയർത്താൻ തന്നെ ചമ്മലാണ് ആളുകൾക്ക്. ആളുകൾ ഉള്ള സമയത്ത് ദ്വാരക്കുന്ന സമയത്ത്, ആള് ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഒരു ചമ്മലുമില്ല, ഒരു നാണവുമില്ല. നമുക്ക് മുമ്പിൽ നമ്മുടെ പടച്ചവനുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണോ ചോദിക്കുക അതുപോലെ നമുക്ക് ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് ഉമ്മ, അതുകൊണ്ട് വാപ്പ, വീട്ടിലൊക്കെ ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിലേക്ക് നല്ലതുപോലെ ദ്വാരക്കുക. പിന്നെ നാലാമത്തേത്, ഇൻഷാ അല്ലാഹ് ഒരു ഇസ്മാണ് പറയാൻ പോകുന്നത്. ഒരു ഇസ്മ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. നാലാമത്തത് ഒരു ഇസ്മാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും. അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയാലുള്ള കൂലി നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു.
അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ പ്രയാസം മാറും, നമ്മുടെ കഷ്ടപ്പാടുകൾ മാറും. അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അല്ലെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഇസ്മു പറഞ്ഞു തരാം. ഏതാണ് ആ ഇസ്മു? യാ വദൂദു യാ അല്ലാഹ് എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞേ. യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ കഴിയുന്നത് പോലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും 20 വട്ടം പറയണം. എന്താ അതിന്റെ അർത്ഥം? സ്നേഹമുള്ളവനെ അല്ലെ, സ്നേഹമുള്ളവനെ വദൂദ്, യാ വദൂദു യാ അല്ലാഹ്, സ്നേഹമുള്ള റബ്ബേ. അതുകൊണ്ട് ഈ ഒരു ഇസ്മ നമ്മൾ മുറുക്കെ പിടിച്ചോ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോ, മീൻ മുറിക്കുമ്പോ, വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോ, കല്ലിൽ നമ്മൾ അലക്കുന്ന സമയത്ത്, അലക്കിയത് വിരിച്ചിടുന്ന സമയത്ത് ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ്, ഒരു ഇസ്മാണിത്. യാ വദൂദ് യാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും. അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ ഓൾറെഡി നമുക്ക് എന്താണ്? മലക്കുകളുടെ ഇഷ്ടം കിട്ടി. മലക്കുകളുടെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. മലക്കുകളുടെ ദുആ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്. ഇത് 21 അല്ല, ഒരു എണ്ണം പറഞ്ഞു എന്നാണ്. ഇത് കഴിയുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ അധികരിപ്പിക്കാൻ പറ്റിയ ഒരു ഇസ്മാണ്. ഇപ്പൊ അഞ്ചാമത്തേത് വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഒരുപാട് കണ്ടോതുക. ഖുർആൻ പാരായണം അത് അധികരിപ്പിക്കുക. വിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം തീർത്ത ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പ്രത്യേകം നിങ്ങൾ ദ്വാരക്കണേ, നിങ്ങളുടെ ക്ലാസ് കേൾക്കാറുണ്ട്, അൽഹംദുലില്ലാ, ഒരുപാട് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്, അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തട്ടെ, ആമീൻ. പിന്നെ അതുപോലെ ഞാൻ ഒരു ഖത്തം തീർത്തു, പ്രത്യേകം ദ്വാരക്കുന്നുണ്ടെന്ന്. അൽഹംദുലില്ലാ, ഒരു 10 ദിവസം കൊണ്ട് ഒരു ഖത്തം, ഇനിയുള്ള 10 ദിവസം കൊണ്ട് ഒരു ഖത്തം, ഇനിയുള്ള 10. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. എത്ര തിരക്കുണ്ടെങ്കിലും വിശുദ്ധമായ ഖുർആൻ ഒരു അല്പമെങ്കിലും, ഒരു പേജെങ്കിലും, ഒരു അര പേജെങ്കിലും ഓതാൻ ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ചാൽ ജീവിതം വിജയിച്ചു. അപ്പൊ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും. അതുപോലെ ദിക്റുകൾ അധികരിപ്പിക്കുക. എത്രയോ ദിക്റാണ്. അപ്പൊ എന്താണ്? ദിക്റുകൾ അധികരിക്കുക. അറിയാവുന്ന ദിക്ർ, വെറൈറ്റി ദിക്ർ അങ്ങനെ കാത്തിരിക്കേണ്ട. അറിയാവുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണോ? അത് മതി. നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിൽ. ഇതൊക്കെ വലിയ ദിക്റാണ്. നിങ്ങൾക്ക് അറിയാവുന്ന, ഇതൊക്കെ നമ്മൾ ചൊല്ലാറുള്ള ദിക്റാണ്. ഇങ്ങനെ ഏത് ദിക്ർ? ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ മതി. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ ദിക്ർ അധികരിപ്പിക്കുക. അതുപോലെ ഏഴാമത്തെ കാര്യം, അള്ളാഹു എന്ത് നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടോ അതിന് നമ്മൾ നന്ദി പറയുക, ഒരു അൽഹംദുലില്ലാ പറയുക. മനുഷ്യന്മാരിത് നന്ദി ചെയ്യാത്ത ആളുകളാണ് അല്ലെ. ചിലപ്പോൾ നമ്മളിപ്പോ നമുക്കൊരാൾ എന്തെങ്കിലും ഒരു പൈസ തന്നു, അപ്പൊ നമ്മൾ താങ്ക്സ് താങ്ക്സ് എന്ന് പറയും, അല്ലെങ്കിൽ നന്ദി എന്ന് പറയും. എല്ലാം തരുന്ന പടച്ചവനോട് നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മൾ നന്ദി പറയണം. ഞാനിപ്പോ ഈ ക്ലാസ് എടുത്ത് ഏകദേശം ഒരു ഒരു 9-10 മിനിറ്റ് ആയി കാണും, ഏകദേശം ഒരു ക്ലാസ് എടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് ശ്വാസം എടുക്കുന്നു, നിശ്വസിക്കുന്നു അല്ലെ. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടയിൽ ഞാനിങ്ങനെ ശ്വാസം എടുത്ത് വിടുന്നു. നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് ശ്വാസം വിടുന്നുണ്ട്, നിശ്വസിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു ദിവസം ഏകദേശം 22,000-ലധികം പ്രാവശ്യം ശ്വാസം എടുക്കുന്നു, നിശ്വസിക്കുന്നു. നമ്മൾ അറിയുന്നു പോലുമില്ല. അപ്പൊ എത്ര പ്രാവശ്യം അൽഹംദുലില്ലാ പറയണം. എത്രയോ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമ്മൾ അറിയാതെ നമുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ, അതുപോലെ ഉറങ്ങി എഴുന്നേറ്റാൽ, എന്ത് നല്ല കാര്യം ചെയ്തതിന് ശേഷവും അൽഹംദുലില്ലാ എന്ന ദിക്ർ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഞാൻ പറയാൻ പോകുന്നത്, ഒരു മനുഷ്യനെ അള്ളാഹു തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പല അടയാളങ്ങളും ഉണ്ടാകും. ഒരാളെ അള്ളാഹു തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പല അടയാളങ്ങളും നമുക്ക് കാണുവാൻ പറ്റും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറയുന്നു, അള്ളാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ജിബ്രീലെ, ഞാൻ ഭൂമിയിലെ ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭൂമിയിലെ ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജിബ്രീലെ, നീയും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്നാണ്. എന്നിട്ട് വാനലോകത്തുള്ള മലക്കുകളെ വിളിച്ചിട്ട് പറയും, മലക്കുകളെ, അള്ളാഹു തആല ഭൂമിയിലെ ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. മലക്കുകൾ മുഴുവനും അയാളെ ഇഷ്ടപ്പെടുകയും അയാൾക്ക് വേണ്ടി ദുആരക്കുകയും ചെയ്യുന്നതാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആകാശ ലോകത്തിലെ മുഴുവൻ മലക്കുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്, ആകാശ ലോകത്തിലെ ആളുകൾ, മലക്കുകൾ, അള്ളാഹു ഉൾപ്പെടെ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ അവനിക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകുമെന്നാണ്. ജനങ്ങൾക്കിടയിൽ അവന് നല്ല ഒരു സൽപ്പേരുണ്ടാകുമെന്നാണ്. ഭൂമിയിലെ വിശ്വാസികൾക്കിടയിൽ മുഅ്മിനീങ്ങൾ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്ന ആളായി മാറുമെന്നാണ്. ഇപ്പോ ഹറാമായ ഒരു കാര്യം ചെയ്താൽ, ഇപ്പോ നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ ഉണ്ടല്ലോ, പല ആളുകളും ഹറാം ചെയ്യുന്നു, മോശത്തരം ചെയ്യുന്നു, ജനങ്ങളൊക്കെ അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടമല്ല പറഞ്ഞത്, നല്ല ആളുകൾ, അതായത് വിശ്വാസികളായ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി,
ആയി ആര് മാറും? ഒരു മനുഷ്യൻ, അതായത് അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരാൾ ഉണ്ടെങ്കിൽ, മലക്കുകൾ ഇഷ്ടപ്പെട്ട ആൾ ഉണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ അവരെ ഇഷ്ടപ്പെടുമെന്നാണ്. ഇവിടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിന്റെ, മലക്കുകൾ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിന്റെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ, മറ്റ് ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളങ്ങൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒരു അടയാളമാണ് അൽ ഇഅ്തിനാഉ ബിക, ഒരു പരിഗണന ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു സദസ്സിലേക്ക് ഉസ്താദുമാരൊക്കെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര വലിയ ആളാണെങ്കിലും എഴുന്നേറ്റ് കൊടുത്തിട്ട് പറയും, ഉസ്താദ് ഇരിക്കും അല്ലെ? എത്രയോ അനുഭവം ഉണ്ട്. അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ്. എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പോ എന്താ പറയാ, ഒരു പരിഗണന കിട്ടുക. ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയ്ക്കൊരു പരിഗണന, ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനൊരു പരിഗണന, അതുപോലെ തന്നെ വാപ്പയുടെ മുന്നിൽ മക്കൾക്കൊരു പരിഗണന, മക്കളുടെ മുന്നിൽ വാപ്പാക്ക് ഉമ്മാക്കൊരു പരിഗണന. ഈ പരിഗണന ഉണ്ടാവുക അതെന്താണ്? അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. മറ്റൊരു അടയാളം പറയുന്നു, വയതുലുബൂന മിൻക നസ്വിഹ, ജനങ്ങൾ അയാളോട് നസ്വിഹത്ത് തേടും, ഒരു അഭിപ്രായം തേടും. ഒരു വീട് പണിയുന്നു, അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ജനങ്ങൾ എന്ത് ചെയ്യും? അഭിപ്രായം തേടും. അയാളോട് അഭിപ്രായം ചോദിക്കാം. അയാൾ നല്ല അഭിപ്രായം പറയുന്ന ആളാണ്, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ്. അങ്ങനെ ജനങ്ങൾ നമ്മളോട് വന്ന് അഭിപ്രായം ചോദിക്കും. ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അതെന്താണ്? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഇനി ആരെങ്കിലും നമ്മളെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും നമ്മളോടൊന്നും ചോദിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളിൽ എന്തോ ഒരു ന്യൂനതയുണ്ട് എന്നാണ്. അത് നമ്മൾ തിരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നിരന്തരമായി ആശയവിനിമയം നടത്തും. ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ അടയാളമാണെന്ത്? നിരന്തരം നമ്മളോട് ആശയവിനിമയം. ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് എല്ലാ കാര്യം തുറന്നു പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, മകൻ വാപ്പയോട്, വാപ്പ മകനോട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാർ പരസ്പരം തമ്മിൽ. ഇതെന്താണ്? ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുവഴി അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ് ആശയവിനിമയം നടത്തുക. ചില ആളുകൾ ഭാര്യയോട് ഒന്നും പറയില്ല, അല്ലെങ്കിൽ ഭാര്യ തിരിച്ചൊന്നും പറയില്ല. എന്താ? അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമില്ല എങ്കിൽ അവർക്ക് ഇപ്പൊ തുറന്നു പറയുന്നതിന്റെ കുഴപ്പം. അപ്പൊ അങ്ങനെ. പിന്നെ നാലാമത്തേത്, യദ്കുറൂനക ഫീ ദുആഇഹിം, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽപ്പെട്ട ഒരു അടയാളമാണ് നമ്മൾ ഇല്ലാത്ത സമയം നമുക്ക് വേണ്ടി ദുആരക്കും. നമ്മളില്ലാത്ത സമയം നമുക്ക് വേണ്ടി ദുആരക്കുന്ന ആളുകൾ ഉണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? ആ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ 4 അടയാളം, ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ 4 അടയാളമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള 7 അടയാളങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് ആ ഇസ്മു മറന്നു പോകണ്ട, യാ വദൂദ് യാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض.
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു ദുആരക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദുആരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദുആരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദുആരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. آمين. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ, അദാബാകുന്ന മഴയെത്തൊട്ട് കാക്കണേ അല്ലാ. ഷർറാകുന്ന മഴയെത്തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.